നമസ്കാരം, TJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ്, ഫീമെയിൽ പപ്പീസാണ്. കണ്ടു കഴിഞ്ഞാൽ ഫീമെയിൽ എന്ന് പറയില്ല. ഹെവി ഹെഡിൽ ഡബിൾ ബോണിലുള്ള രണ്ട് ഫീമെയിൽ പപ്പീസാണ്. ഇത് KC രജിസ്ട്രേഷനുള്ള പപ്പീസാണ്. ഇത് വരുന്നത് ലൈൻസ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ കുട്ടിയാണ് അമ്മ വരുന്നത്. അപ്പം വരുന്നത് നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോളിന്റെ കുട്ടി ടാർസന്റെ രണ്ട് പപ്പീസാണ് ബാലൻസ് ആയിട്ടുള്ള. KC രജിസ്ട്രേഷനുള്ള ഫീമെയിലാണ്. അപ്പോൾ ബ്രീഡിങ് ഷോയെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെറ്റായിട്ട് വീട്ടിൽ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ രണ്ട് കുഞ്ഞാണ്. ബ്രീഡിങ് അതുപോലെ പെറ്റായിട്ട് വീട്ടിൽ വളർത്താനും പറ്റിയ ഏറ്റവും നല്ല കോമ്പിനേഷനിലുള്ള പപ്പീസാണിത്. നമ്മളിപ്പോൾ കേരളത്തിൽ ബ്ലാക്കിലുള്ളതിനകത്ത് ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ള മേലുകളിൽ ഒന്നായിരുന്നു. കോമ്പാറ്റിൽ ഷോർട്ട് ടെയിലും നല്ല ഹെയർ ഉള്ള ടൈപ്പായിരുന്നു ഓസ്കാർ. ആ ലെൻസിലാണ് അമ്മ വന്നിരിക്കുന്നത്. ഇത് അമ്മയുടെ ലിറ്റർമേറ്റ് റോക്കി എന്ന് പറഞ്ഞൊരു മെയിലാണ്. അപ്പോൾ അമ്മേനെ ഞാൻ കാണിച്ചു തരാം. അമ്മ ഇതാണ് റോസി. ഇതിനകത്ത് ഇനി രണ്ട് പപ്പീസും കൂടെ കഴിഞ്ഞ് മിച്ചമുള്ളൂ. അപ്പോൾ ഓസ്കാറിന്റെ ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സണിലാൻഡ് റോക്ക് ആൻഡ് റോളിന്റെ ഡയറക്റ്റ് കുട്ടിയാണ് ഓസ്കാർ വരുന്നത്. അതേപോലെ അമ്മ വരുന്നത് ബമ്പൻ ഡോട്ടർ. അപ്പോൾ 9 കൺട്രി ചാമ്പ്യനാണ് ബമ്പൻ വരുന്നത്. അപ്പോൾ ആ ലൈൻസിലാണ് ഇതിന്റെ അമ്മ വരുന്നത്. അതേപോലെ തന്നെ അപ്പം വരുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോളിന്റെ കുട്ടി ടാർസനാണ്. അപ്പോൾ ആ ലൈൻസിനകത്ത് നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ബ്രേവ് അങ്ങനെയുള്ള ലൈൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്രാൻഡ് ഫാദർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറോ 5 കൺട്രി ചാമ്പ്യനാണ്. ടെറ്റ് മേക്കർ 9 കൺട്രി ചാമ്പ്യൻ അതിൽ വരുന്നുണ്ട്. അപ്പോൾ 4x3 വരുന്ന ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഷോ ചെയ്യിക്കാം, ബ്രീഡ് ചെയ്യിക്കാം, അങ്ങനെയൊക്കെയാണ്. എനിക്കിത് കൂടുതലും ഇതിനെ കണ്ണൂർ ജില്ലയിലേക്ക് കൊടുക്കാനാണ്. കണ്ണൂർ, നമ്മുടെ കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ഈ 4 ഡിസ്ട്രിക്റ്റിൽ കൊടുക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പുതിയൊരു മെയിലും കൂടെ വരുന്നുണ്ട്. അത് ഇന്ത്യൻ ചാമ്പ്യനാണ്. അപ്പോൾ അതിൽ മേറ്റ് ചെയ്യിക്കുവാണെങ്കിൽ നല്ല കോമ്പിനേഷനിൽ പപ്പീസ് വരും. അപ്പോൾ ഞാനിപ്പം കുറേ പപ്പീസിനെ കൊടുത്തത് കണ്ണൂർ, വയനാട്, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു 10-70 കിലോമീറ്റർ ചുറ്റുവട്ടത്താണ് ഇപ്പം പപ്പീസ് കൂടുതൽ വിറ്റത്. ഞാൻ എല്ലാവരും പറഞ്ഞു പപ്പീസിനെ എടുക്കുമ്പോൾ ഫീമെയിലിനെ എടുത്തു കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വിത്ത് KC ആകുമ്പോൾ ഞാൻ KC രജിസ്ട്രേഷനുള്ള ഫീമെയിൽസിനെ നമ്മുടെ പുതിയ ചാമ്പ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നല്ല പപ്പീസ് വരുമ്പോൾ നിങ്ങൾക്കും ഒരു വരുമാന മാർഗവും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് വരികയും ചെയ്യും പപ്പീസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കണ്ണൂർ ജില്ലക്കാരാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇതാണ് ഈ പപ്പീസിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്.
പപ്പീസിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാബില് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഷോ ലൈൻ വർക്കിംഗ് ലൈൻ പപ്പീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓടിച്ചാടി നടക്കും, പിന്നെ നല്ല ബുദ്ധിയായിരിക്കും, നല്ല അനുസരണയായിരിക്കും. നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് വലിയ പണിയില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഷോ ലൈന്. അപ്പോൾ ഷോ ലൈന് പപ്പീസിനെ വാങ്ങുന്നുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാച്ച് ഡോഗായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം. എല്ലാ പർപ്പസിനും ഒരു ഡോഗിനെ നമ്മൾ എന്തൊക്കെ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് ആ പർപ്പസിന് മൊത്തം ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലാണ് ഷോ ലൈൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ പപ്പീസിന്റെ പ്രത്യേകത. അപ്പോൾ പപ്പീസിനെ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കടിച്ചാലാണ്. എന്ന് പറഞ്ഞാൽ കേസി രജിസ്ട്രേഷനുള്ള പപ്പീസിനെ എടുക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ മെയിൽ വരുന്നുണ്ട്. പുതിയ മെയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ മേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ല പുതിയ ഒരു തലമുറ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വിത്ത് കേസിയിൽ മാത്രമേ ആ മെയിലിനെ കൊണ്ട് ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ വിത്ത് കേസിയുള്ള പപ്പീസ് ആണെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ പുതിയ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ബ്ലഡ് ലൈനാണ് വരുന്നത്. അപ്പോൾ ആ ബ്ലഡ് ലൈനിൽ പപ്പി ഇറങ്ങുന്ന കാരണമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.